പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 1-ാം തിരുവചനം. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ സ്നേഹപൂർവകമായ ഒരു അപേക്ഷയാണിത്. നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതേ. ദൈവത്തിൻ്റെ സഭയെ പീഡിപ്പിച്ച ഒരു ഭൂതകാലം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ്റെ മനസ്സിലുണ്ട്. എന്നാൽ ഒരു പാപിയിൽ നിന്നും ദൈവത്തിൻ്റെ അപ്പോസ്തലനിലേക്കുള്ള യാത്ര സംഭവ ബഹുലമായിരുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ബോധ്യങ്ങളാണ് ഈ തിരുവചനത്തിൽ. ദൈവത്തിൻ്റെ കൃപയെ നമ്മൾ അത്രയേറെ വിലമതിക്കണമെന്ന് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കും. കാരണം ഈ ദൈവകൃപയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 15-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെ ഇപ്രകാരം പറയുകയാണ്: ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. ഇന്ന് ദിവ്യകാരുണ്യ ഈശോ നമ്മിലെ ദൈവകൃപയെ വെളിപ്പെടുത്തിക്കൊണ്ട് ആ കൃപയിൽ വളരുവാൻ നമ്മളെ വിളിക്കുകയാണ്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളെ നാമാക്കിയ കർത്താവിൻ്റെ കൃപയോർത്ത് നന്ദി പറയാം. ആ ദൈവകൃപയാൽ നമ്മുടെ കുടുംബങ്ങളും ഹൃദയങ്ങളും നമ്മൾ വ്യാപരിക്കുന്ന എല്ലാ മേഖലകളും നിറയപ്പെടട്ടെ. ഈ ദിവ്യകാരുണ്യ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ദൈവത്തിൻ്റെ കൃപയുടെ സമൃദ്ധി നമ്മളിൽ നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.